അമ്മ ജോലിക്ക് പോയി ഇറങ്ങാട്ടോ. അപ്പോൾ ആദർശയുടെ അമ്മേനെ ചെറുപ്പ് വരെ കൊണ്ടാക്കും, എന്നിട്ട് ആദർശയുടെ അങ്ങോട്ട് തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദർശയുടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണേ. അങ്ങനെ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിന്ന് പത്തിരി മീൻകറി ആയിരുന്നു ഉണ്ടായിരുന്നത്. തലേ ദിവസം മീൻകറി വെച്ച് കാരണം അതൊരു എളുപ്പപ്പണി കേട്ടോ. പിന്നെ ഇതാ ഞാൻ നേരെ മുളക്കേരി ഇവിടെ കുറച്ചും കൂടി ഡ്രസ്സേക്ക് മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു. മടക്കി വയ്ക്കാന്ന് വെച്ചാൽ എൻ്റെ ബാഗ് ഒതുക്കിക്കാൻ, പിന്നെ ഇവിടെ ആദർശയുടെ കഴുകിയ ഡ്രസ്സും കഴുകാത്ത ഡ്രസ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണമായിരുന്നു. ഇവിടെ കാണുമ്പോൾ തന്നെ ആ കലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓരോ കാര്യത്തിനായിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ആകെ 3 ദിവസമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ എപ്പോഴും രാവിലെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ കഴുകാനുള്ള തുണിയൊക്കെ തന്നെ മാറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് ആമി മൂത്രം ചവിട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം പറക്കിയെടുത്ത് കഴുകാൻ പോവാണ്. എനിക്ക് പൊടി തീരെ പറ്റില്ല. അപ്പോൾ താഴേക്ക് എത്തുമ്പോഴേക്കും ഞാൻ തുമ്മി ഒരു ഇതായിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ ഓൾറെഡി അമ്മ കഴുകിയിട്ട് തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടായി. അപ്പോൾ അതെടുത്തിട്ട് നേരെ വെയിലത്ത് കൊണ്ടിട്ടു കേട്ടോ. പിന്നെ നേരെ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ കല്ലും മലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ മാറ്റിയിട്ടു കേട്ടോ. കാരണം പില്ലോ കവർ, നമ്മുടെ തോർത്തുമുണ്ട്, ഇന്നർ വെയേഴ്സൊക്കെ ഞാൻ കല്ലുമിട്ടിട്ട് കഴുകുന്നാൽ മാത്രമേ അതിൽ ചെളി പോകുള്ളൂ. പില്ലോ കവറത്തൊക്കെ ചെളി പോടങ്ങാൻ അങ്ങനെ കല്ലുമിട്ട് വരച്ച് കഴുകിയിട്ട് അതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ടായിട്ട് ഞാൻ കഴുകി കളയാറ്. പിന്നെ ചവിട്ടി നേരെ സോപ്പും പൊടിയിൽ മുക്കിക്കാൻ വേണ്ടി പോകാട്ടോ. ഇതിൽ നിറച്ച് ചെളി പിടിച്ച് കിടക്കായിരുന്നു. പിന്നെ അമ്മിപ്പെണ്ണ അതിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടി നന്നായി വലുതായി ഗൈസ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തിരുമ്പി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ സൈഡായിട്ട് നല്ല വെയിലുണ്ടായി. പിന്നെ എനിക്ക് തുടങ്ങി ഗൈസ് തുമ്മല്. അലർജിയുടെ ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് പൊടി തട്ടി തീരെ വയ്യാതെയും കണ്ണും മുഖമൊക്കെ ആകെ വിങ്ങി ആകെ ഇതാവട്ടോ. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ നമ്മുടെ ആമി വന്ന് എത്തിച്ചു നോക്കാൻ കേട്ടോ. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ മീൻ വറുക്കാൻ വിചാരിച്ചു, ചോറിനാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ആദർശയുടെ അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങി ഗൈസ്. ഇതൊക്കെ തിരുമ്പി ഇതൊക്കെ നമുക്ക് തോരയിടണമല്ലോ. അപ്പോൾ അമ്മയുടെ ഓൾറെഡി ഞാൻ വിരിച്ചിട്ടു. പിന്നെ നമുക്ക് മുന്നേ വിരിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ അതിന് എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. എന്നിട്ട് വീണ്ടും എൻ്റെ ഡ്രസ്സുകളൊക്കെ തിരുമ്പി തോരയിട്ടിട്ട് അങ്ങനെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ വിളക്ക് വെച്ച് തുടങ്ങിയിട്ടില്ല. ഒരു 16 ദിവസം കണ്ട് വിളക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദനത്തിരിയൊക്കെ ഞാൻ കത്തിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ വെളുത്തുള്ളിയൊക്കെ നന്നാക്കണ്ടായിരുന്നു. പിന്നെയാണ് ചെടി നനയ്ക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശനും അമ്മയും കൂടിയിട്ട് വന്നു. അപ്പോൾ ആമി അവരെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ടോ. പിന്നെ എന്ത് ചെയ്യുന്നത് പൈപ്പ് നൈസായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ ആദർശയുടെ അത് ജോയിൻ്റ് ആക്കിയിട്ട് ആദർശയുടെ നനയ്ക്കാൻ നിന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി വെച്ചു കേട്ടോ. അമ്മ വന്ന പാടെ തുടങ്ങിയതാണ് ഛർദി. അങ്ങനെ ആദർശയുടെ അമ്മേനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസത്തേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള സംഭവം കൂടിയും ശരിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട ഇഞ്ചി പച്ചമുളകൊക്കെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ദോശയാണ്. ദോശയും കടലക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള മാവൊക്കെ ആട്ടി വെക്കാൻ കേട്ടോ. അങ്ങനെ ദോശമാവ് ആട്ടി വെച്ചതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും ഒക്കെ പിറ്റേ ദിവസത്തേക്കുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചു കേട്ടോ. ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊണ്ടുവരുമ്പോഴാണ് അവിടെ നിന്ന് സ്മിതേച്ചൊക്കെ വന്ന് വിളിച്ച് അമ്മേനെ ഡാൻസിന് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസിന്. പിന്നെ ഇതാ 8 മണിയായിട്ട് മമ്മി ആദർശനെയും കാണാനായിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. സമയം 10 മണി കഴിഞ്ഞു. 10:45 ആയപ്പോഴാണ് പിന്നെ അവർ വന്നത് കേട്ടോ. അവർ വന്നപ്പോഴേക്കും അമ്മ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിക്ക് പേസ്റ്റ് ആക്കി വെച്ചൊക്കെ നേരെ ഫ്രിഡ്ജിക്ക് വെച്ചു. പിന്നെ ഒരു ഉള്ളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറ് കഴിച്ചു.